February 4th വേൾഡ് ക്യാൻസർ ഡേ ആണ്. നമുക്കറിയാം, നമ്മൾ ഇത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടും പല അസുഖങ്ങളെക്കുറിച്ച് ഓർത്തും ആ ഒരു പേടി ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ പേടിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. പക്ഷേ ക്യാൻസറിന് ഇന്ന് മോഡേൺ ടെക്നോളജിയിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ചാണ് നമ്മളിത് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ചിച്ചുവാണ് കൂടെയുള്ളത് ഓൺ ക്ലബ് FM 104.8. ആൻഡ് ഇന്ന് നമ്മളോട് ജോയിൻ ചെയ്യുന്നത് ഈ ഒരു ക്യാൻസർ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ട് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സൺസിൽ ഒരാളാണേ. ഹായ്, ഞാൻ ഡോക്ടർ സേറ ഈശോ, മെഡിക്കൽ ഡയറക്ടർ ആൻഡ് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് അറ്റ് KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇൻ കല്ലിശ്ശേരി, ചെങ്ങന്നൂർ, കേരള. ഇന്ന് ക്ലബ് FMൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടായിരിക്കുന്നതാണ്. ഹായ് ഡോക്ടർ, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ കേട്ടു ഡോക്ടർ കുറച്ചധികം നാൾ US ദെൻ ഇപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചെത്തി. ലൈക്ക് ആ ഒരു ഫീൽ എങ്ങനെയുണ്ട്? ആ ഒരു ചേഞ്ച് എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഞാനിപ്പം 1 മാസം ആയുള്ളൂ ഇവിടെ ജോയിൻ ചെയ്തിട്ട്. KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിന്റെ മെഡിക്കൽ ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തു. കേരളം എനിക്ക് പുതുതല്ല, നാടും എനിക്ക് അന്യമല്ല. പക്ഷേ ഒരു ചികിത്സകൻ എന്ന രീതിയിൽ 37 വർഷത്തിന് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെടാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ ചലഞ്ചസ് ഉണ്ട്, പക്ഷെ എന്നാലും സോ ഫാർ സോ ഗുഡ്. അങ്ങനെ പോകുന്നു. ഓക്കെ ഡോക്ടർ, ഈ ഒരു ക്യാൻസർ എന്ന് പറയുമ്പോൾ സ്റ്റിൽ ഇപ്പോഴും എന്താ പറയുക, എല്ലാവരും ഭയപ്പെടുന്ന ഒരു അസുഖമാണ്. കുറച്ച് പേരുടെങ്കിലും എന്താ പറയുക ഒരു കോൺസെപ്റ്റിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം പല ആളുകളും എഴുതിയതും വായിച്ചതും ഒക്കെ കേട്ടിട്ടാണെങ്കിലും പല ജീവിതങ്ങൾ കണ്ടിട്ടാണെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ആളുകൾ ഇപ്പോഴും ഭയങ്കര പേടിയോടെയാണ് ക്യാൻസറിനെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഡോക്ടറിന് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഡോക്ടറും അല്ലെങ്കിൽ പേഷ്യൻസും ക്യാൻസർ വാർഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു ഇൻസിഡൻറ്റ് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഒരുപാട് ആളുകൾ ക്യാൻസറിൽ നിന്നും ഭേദമാകുന്നു, സാധാരണ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ ശുഭകരമായ ഒരു കാര്യമാണ്. ഒരു ഓർമ്മയിൽ പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ ഞാൻ ചികിത്സിച്ച ഒരു കുട്ടി 26 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്ന സമയത്ത്. അതൊരു 10 വർഷം മുൻപാണ്. വളരെ സുന്ദരിയായ ഒരു കുട്ടി കല്യാണം കഴിച്ചിട്ട് ഒരു വർഷം പോലും പ്രായമായ ഒരു കൊച്ചുകുട്ടിയുണ്ട്. അപ്പോഴാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ തന്നെ ഒരു അഗ്രസീവ് കൈൻഡ് ഓഫ് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. 2 വശത്തും ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ആ കുട്ടി വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ ഡീൽ ചെയ്തത്. ആ കുട്ടിക്ക് കീമോതെറാപ്പി, റേഡിയേഷൻ ഇതെല്ലാം വേണ്ടി വന്നു. ഓരോ ട്രീറ്റ്മെൻറ്റിന് വരുമ്പോഴും വളരെ പുഞ്ചിരിയോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ ആ കുട്ടി വന്നു. അതിൻ്റെ കൂടെ മാതാപിതാക്കളും ഭർത്താവും സഹോദരങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 10 വർഷത്തിന് ശേഷവും ആ കുട്ടിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ കൂടെയുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ആ കുട്ടിയെ ഫോളോ അപ്പിന് വേണ്ടി കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷം തോന്നും. കാരണം വളരെ മോശമായ രീതിയിൽ പോകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരാളാണ്. നമ്മുടെ ആധുനിക ചികിത്സയുടെ ബലം കൊണ്ടും പിന്നെ ആ കുട്ടിയുടെ മനോധൈര്യം, ആത്മവിശ്വാസമൊക്കെ കൊണ്ടും അത് ആ പ്രതിസന്ധി തരണം ചെയ്തു. അത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞൊരു 5 വർഷം കഴിഞ്ഞപ്പോൾ വേറൊരു കുട്ടി കൂടെ ഉണ്ടാകണമെന്നൊരു ആഗ്രഹം പറഞ്ഞു. സാധാരണ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുത്തവർക്ക് പിന്നെ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമുക്കൊരു കുറച്ച് പേടിയുണ്ട്. മുൻപൊക്കെ നമ്മൾ അത് അലോ ചെയ്ത് പോലും ഇല്ലായിരുന്നു. പക്ഷേ ഒരു കുട്ടി കൂടെ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം നന്നായിട്ടുണ്ടായിരുന്നു. അത് ഡോക്ടർമാരുടെ എല്ലാം സപ്പോർട്ട് കൂടി അതിന് അനുവാദം കൊടുത്തു. ഒരു കുട്ടി ഉണ്ടായി. ഇപ്പോൾ അതിൻ്റെ 2ാമത്തെ കുട്ടിക്കും 5 വയസ്സായി. അപ്പോൾ 2 കുട്ടികളെയും കൊണ്ടാണ് അവർ കാണാൻ വരുന്നത്. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. ഈ ക്യാൻസർ എന്ന് പറയുന്നത് പലരുടെയും മുഖത്ത് ചിരി മായ്ക്കുന്ന ഒരു അസുഖമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ക്യാൻസർ വാർഡിൽ ഇതുപോലുള്ള ചിരികൾ നമുക്ക് ഒരുപാട് സന്തോഷം പകരാറുണ്ട്. തീർച്ചയായിട്ടും. ഡോക്ടർ, ഇത്തവണത്തെ നമ്മുടെ ഈ ഒരു ക്യാൻസർ ഡേയുടെ തീം എന്ന് പറയുന്നത് തന്നെ ക്ലോസ്ഡ് കെയർ ഗ്യാപ്പ് എന്നുള്ളതാണ്. സോ ഈ ഒരു തീമിന്റെ നമ്മൾ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ഒരു പ്രസക്തി എന്താണ്? ക്ലോസ്ഡ് കെയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ കൺസെപ്റ്റാണ്. ഒരു ആഗോളതലത്തിൽ ക്യാൻസർ ചികിത്സയിൽ ഒരുപാട് പുരോഗതി ഉണ്ടായെങ്കിലും ആ പുരോഗതി ഉൾക്കൊള്ളാൻ കഴിയാത്ത പല രാജ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് അമേരിക്കയിൽ ഒരു ക്യാൻസറിന് ചെയ്യുന്ന ചികിത്സയായിരിക്കില്ല മറ്റ് രാജ്യങ്ങളിൽ ചെയ്യുന്നത്. അത് ആ ചികിത്സ അവിടെ അവൈലബിൾ ആകാത്തത് കൊണ്ടല്ല, പല കാരണങ്ങൾ കൊണ്ടാണ് മറ്റ് വികസിതമല്ലാത്ത രാജ്യങ്ങളിലെ ആളുകൾക്ക് പുതിയ ചികിത്സക സമ്പ്രദായങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്. വലിയ ക്യാൻസർ സെൻ്ററുകളുടെ അഭാവം, 1-2 ക്യാൻസർ സെൻറ്റർ മാത്രമേ ചില രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ചില സ്റ്റേറ്റുകളിൽ കാണുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ കുറച്ച് മിസ്കൺസെപ്ഷൻസ്, മിഥ്യാധാരണകൾ കാണും. അതുകൊണ്ട് യഥാസമയം ചികിത്സയ്ക്ക് എത്താൻ പറ്റാതെ വരും. പിന്നെ ക്യാൻസർ ഏർലി ഡിറ്റക്ഷന് വേണ്ടി പോകാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥ, അതിന് പല കാരണങ്ങൾ കാണും. സാമൂഹ്യ അവസ്ഥയും അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥകൾ, വിദ്യാഭ്യാസത്തിലുള്ള കുറവ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് യഥാസമയം ക്യാൻസർ കണ്ടുപിടിക്കാത്ത അവസ്ഥ. അപ്പോൾ അതുകൊണ്ടൊരു വലിയ അന്തരം ക്യാൻസർ
ക്യാൻസർ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും പല രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ ആ ആഗോളതലത്തിലെ ആ ഒരു ഗ്യാപ്പ് അത് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് വേൾഡ് ക്യാൻസർ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എത്രമാത്രം അഡ്വാൻസ്ഡ് ആണ്? നമുക്ക് അമേരിക്കയിലോ മറ്റ് വികസിത രാജ്യങ്ങളിലോ അവൈലബിൾ ആയിട്ടുള്ള മിക്കവാറും എല്ലാ ചികിത്സാ രീതികളും കേരളത്തിലുണ്ട്. നല്ല മിടുക്കരായിട്ടുള്ള ഡോക്ടർമാരുമുണ്ട്. അതുകൊണ്ട് എല്ലാവിധ ചികിത്സകളും ഇവിടെ ലഭ്യമാണ്. ഒരു മരുന്ന് വളരെയധികം ഗവേഷണങ്ങൾ കൂടെ കടന്നു പോയിട്ടാണ് ഓരോ രോഗങ്ങൾക്ക് നമ്മൾ അതിൻ്റെ ചികിത്സയ്ക്കാണെന്ന് അപ്രൂവ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ അപ്രൂവ് ചെയ്യപ്പെടുന്ന പുതിയ മരുന്നുകൾ വലിയ കാലയളവ് കൂടാതെ തന്നെ കേരളത്തിൽ എത്തുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ്. കാരണം എല്ലാവർക്കും എല്ലാ മരുന്നുകളും അഫോർഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. അല്ലാതെ കേരളത്തിലെ ടെക്നോളജികളുമെല്ലാം മറ്റു രാജ്യങ്ങളോട് കടപിടിക്കാൻ പ്രാപ്തിയുള്ള സെന്ററുകൾ നമുക്കുണ്ട്. അത് എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമുക്കിവിടെയുള്ള പല സെന്ററുകളിലും ഈ ടെക്നോളജിയും ഈ ട്രീറ്റ്മെന്റും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പൊതുവെ നമ്മൾ ഈ പല വാർത്തകളും ഒക്കെ കാണുമ്പോൾ ഇപ്പോൾ സെലിബ്രിറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു അസുഖം വരുമ്പോഴേക്കും പൊതുവെ പുറത്തേക്ക് പോയി, ഇപ്പോൾ US പോയി അല്ലെങ്കിൽ UK പോയി എന്നാണ് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ ആളുകളുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഇപ്പോൾ നമ്മൾ അത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടില്ലേ, അത് നമുക്കിവിടെ അതുപോലത്തെ ഒരു കെയറോ അല്ലെങ്കിൽ ആ സർവീസ് കിട്ടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പൊതുവെ ആളുകളുടെ മനസ്സിലുണ്ട്. സോ അങ്ങനെയുള്ളവരോട് ഡോക്ടർ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? നമുക്ക് ഇവിടെയുള്ള ഇപ്പോൾ നമ്മുടെ വലിയ ക്യാൻസർ സെൻ്ററുകളിൽ ഈ ചികിത്സകളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരു സംശയ നിവൃത്തി വരുത്തുവാൻ വേണ്ടി വേണമെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ കൺസൾട്ട് ചെയ്യാം. കാരണം അവിടെയാണല്ലോ അതിൻ്റെ റിസർച്ചുകൾ നടക്കുന്നത്. അപ്പോൾ അതിന് അങ്ങനെ ഒരു കൺസൾട്ട് നടത്താൻ പ്രാപ്തിയുള്ളവർക്ക് അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ മരുന്നുകളൊക്കെ ഇവിടെ ലഭ്യമാകുമ്പോൾ അവിടെ പോയി ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കോൺസെപ്റ്റിലാണ് ആ മാറ്റം വരേണ്ടത്. നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്നുള്ളൊരു തിരിച്ചറിവാണ്. അതെ, ആ ഒരു തിരിച്ചറിവ് വേണം. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, അതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, അതെല്ലാവർക്കും എത്തിപ്പിടിക്കാൻ തക്ക രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ. യെസ്, തീർച്ചയായിട്ടും ഡോക്ടർ. പിന്നെ അതുപോലെ തന്നെ ഈ ക്യാൻസറിൻ്റെ മെഡിസിൻസ് ആണെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ആ ഒരു കോസ്റ്റ് ആണ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബേർഡൻ ആണ് പല ആളുകളെയും പിറകിലേക്ക് പിടിച്ചു വലിക്കുന്നത്. സോ എങ്ങനെയാണ് ഡോക്ടർ ഈ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ലൈക്ക് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണോ? ഞാനിപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഏറ്റവും അധികം ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഈ കോസ്റ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരു ഒട്ടുമുക്കാൽ ആളുകൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ക്യാൻസർ ആണെങ്കിൽ പോലും ക്യാൻസറിൻ്റെ എത്ര വില കൂടിയ മരുന്നുകളാണെങ്കിലും ഒരു അസുഖത്തിന് അപ്രൂവ്ഡ് ആണെങ്കിൽ ആ മരുന്നുകൾ ഇൻഷുറൻസ് നമുക്ക് ഒട്ടുമുക്കാലും അപ്രൂവ് ചെയ്യും. അപ്പം അതിൻ്റെ വളരെ ഒരു നേരിയ തുക മാത്രമേ രോഗികളുടെ കയ്യിൽ നിന്ന് ഈടാക്കേണ്ടി വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ അതേ സാഹചര്യം ഉണ്ടാവുന്നില്ല. കാരണം മിക്കവാറും ആളുകൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല. അഥവാ ഉള്ളവർക്ക് പോലും ഇത്രയും വലിയ മരുന്നുകൾ ആ ഇൻഷുറൻസ് കൊണ്ട് തന്നെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട്. അപ്പം നമുക്ക് എന്താണ് അതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഒന്ന് മരുന്നുകളുടെ വില കുറയാൻ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കണം. പുതിയ മരുന്നുകൾ അപ്രൂവ് ചെയ്യുമ്പം അതിൻ്റെ വില കൂടാൻ കാര്യം ആ ഒരു കമ്പനി മാത്രമേ ആ മരുന്ന് നിർമ്മിക്കുന്നുള്ളായിരിക്കുള്ളൂ. അപ്പോൾ ആ മോളിക്യൂളിനെ മറ്റ് കമ്പനികൾക്കൂടെ നിർമ്മിക്കാനുള്ള അനുമതി ലഭിച്ചാൽ, അതിനെ ഒരു കൂടിയ രീതിയിൽ നിർമ്മിക്കാൻ പറ്റിയാൽ നമുക്ക് കോമ്പറ്റീഷൻ അധികമായിട്ട് വരുമ്പോഴേക്കും തുക കുറയുള്ളൂ. അങ്ങനെ കോസ്റ്റ് കുറയ്ക്കാൻ ഒരു പദ്ധതി ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലാതെ മറ്റ് സംഘടനകളോ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രം ഒരു ഫണ്ട് നീക്കി വെച്ചിട്ട് ക്യാൻസർ ചികിത്സയ്ക്ക് വഴിയില്ലാതെ വരുന്ന ആളുകൾക്ക് സഹായിക്കാനായിട്ട് അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായിരിക്കും ഒരു ഇറ്റ്സ് എ നീഡ് ഓഫ് ദി അവർ എന്ന് പറഞ്ഞ പോലെ. ബിക്കോസ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടി വരികയാണ്. ഓരോ വർഷം കഴിയുന്നതോറും പലവിധ ക്യാൻസറുകളും എണ്ണം വർദ്ധിച്ച് വരികയാണ്. അപ്പം ക്യാൻസർ കൊണ്ട് മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. 6 ഒരു മരണം ക്യാൻസർ കൊണ്ടാണ് ലോകമെമ്പാടും. അതാണ് ദാറ്റ്സ് എ ലീഡിങ് കോസ് ഓഫ് ഡെത്ത് വേൾഡ് വൈഡ്. സോ അപ്പം നമ്മൾ അതിനെ എങ്ങനെ ആ ഡെത്ത് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഇതൊരു വലിയ ഫാക്ടറാണ്. വളരെ വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ക്യാൻസറിന്റെ റീസൺ എന്ന് പറയുന്നത്. ഒരുപാട് റീസൺസ് പലപ്പോഴായിട്ട് നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടറിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണ് ഡോക്ടർ ഈ ക്യാൻസർ വരാനായിട്ടുള്ളത്? ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് ക്യാൻസർ വന്നു എന്നുള്ള ക്വസ്റ്റ്യന് നമുക്കൊരിക്കലും ആൻസർ ചെയ്യാൻ പറ്റില്ല. ആ ക്യാൻസറിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്, വളരെ സങ്കീർണമാണ്. നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലെ ക്യാൻസർ ഉണ്ടാകുന്ന കോശങ്ങളുണ്ട്. ഒരു കോശത്തിൻ്റെ അമിതമായ വളർച്ചയാണല്ലോ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അമിതമായിട്ട് വളരുവാനുള്ള ടെൻഡൻസി ഉണ്ട് നമുക്ക്. അതേപോലെ തന്നെ ഈ കോശങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള
ടെക്നോളജി നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. നമ്മളൊരു എപ്പോപ്റ്റോസിസ് അല്ലെങ്കിൽ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് എന്നാണ് ആ പ്രോസസ്സിനെ പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ വിഭജിക്കും തോറും ആ അധികമാകുന്ന കോശങ്ങളെ മാറ്റുവാനായിട്ട് ഈ പ്രോഗ്രാംഡ് സെൽ ഡെത്തിനുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സിന് ഈ സന്തുലിതാവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ, ഈ സെല്ലുകളുടെ വിഭജനം കൂടിയാലോ ഈ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് കുറഞ്ഞു പോയാലോ, അങ്ങനെ ആ സന്തുലിതാവസ്ഥ മാറുമ്പോഴാണ് ഒരു കോശം ക്യാൻസർ കോശമായിട്ട് മാറുന്നത്. അപ്പോൾ എല്ലാവരിലും ഈ ടെൻഡൻസി ഉണ്ട്. എന്തുകൊണ്ട് ചില ആളുകൾക്ക് മാത്രം വരുന്നു? അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് പ്രധാനമായിട്ടും കാർസിനോജൻസ്, നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള ചില കെമിക്കൽസ് ഈ നമ്മുടെ കോശങ്ങളിലുള്ള ജനറ്റിക് ചേഞ്ചസ് വരുന്നത് വഴി ചില കോശങ്ങൾ അമിതമായിട്ട് നിർമ്മിക്കപ്പെടുന്നു. അപ്പോൾ അത് ആ എപ്പോപ്റ്റോസിസിൻ്റെ പിടിയിൽ നിന്ന് മാറിപ്പോകുന്നു. അതൊരു ഫാക്ടറാണ്. പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ്, നമ്മളിൽ പലർക്കും ഈ ജീനുകൾ ക്യാൻസർ ഉണ്ടാവാനുള്ള ജീനുകൾ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഈ ക്യാൻസർ ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടാറുണ്ട്. പിന്നെ ക്യാൻസറിന് കാരണമായിട്ട് പറയുന്ന പല വൈറസുകളുണ്ട്. പിന്നെ ചില കെമിക്കൽസിനുള്ള എക്സ്പോഷർ, പണ്ടൊക്കെ ആണെങ്കിൽ ആസ്ബെസ്റ്റോസ് എക്സ്പോഷർ, ചില ഡൈസ് എക്സ്പോഷർ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെയും ഈ കോശങ്ങളുമായിട്ടുള്ള സമ്പർക്കം കൂടുമ്പോൾ കോശങ്ങളിലെ ജനറ്റിക് ഫാക്ടർ ചേഞ്ചസ് വരുന്നത് കൊണ്ട് അമിതമായിട്ടുള്ള വളർച്ചയുണ്ടാക്കി അങ്ങനെ ക്യാൻസർ ഉണ്ടാക്കാം. ഇതൊക്കെ ഉണ്ടാകാമെന്ന് അറിയാമെങ്കിലും എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് ക്യാൻസർ വന്നു നമുക്ക് പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. തുടർച്ചയായി സ്മോക്ക് ചെയ്യുന്ന ഒരാൾക്ക് ലങ് ക്യാൻസർ വന്നാൽ നമുക്ക് പറയാം അദ്ദേഹം സ്മോക്ക് ചെയ്തിട്ടാണ്. പക്ഷേ അപ്പോൾ ചിലർ ചൂണ്ടിക്കാണിക്കും സ്മോക്ക് ചെയ്യാത്തവർക്കും ക്യാൻസർ വരുന്നു, ഇന്നയാളെ സ്മോക്ക് ചെയ്തിട്ട് അങ്ങേർക്ക് വന്നില്ല, അങ്ങനെ പറയും. അതുപോലെ തന്നെ വായിക്കകത്തെ ക്യാൻസർ കൂടുതൽ മുറുക്കുന്നവർക്കും പുകയില ഉപയോഗിക്കുന്നവർക്കും വരാറുണ്ട്. അങ്ങനെ ചില കോസസ് ഡയറക്റ്റ് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വൈ ഡിഡ് ഐ ഗെറ്റ് ക്യാൻസർ? പക്ഷേ അതിൻ്റെ ആൻസർ നമുക്ക് ഒരാളോട് വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞൊന്നും വരില്ല. ഡോക്ടർ, പിന്നെ ഇമ്മ്യൂണോതെറാപ്പി എന്നാൽ എന്താണ്? ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് ഒരു പുതിയ തരം, ഏറ്റവും ക്യാൻസർ ചികിത്സയിലെ ഏറ്റവും പുതിയ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഇപ്പോൾ. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന സെല്ലുകളുണ്ടല്ലോ, നമുക്കൊരു ഇൻഫെക്ഷൻ, ഒരു ബാക്ടീരിയ, ഒരു വൈറസ് ഇൻഫെക്ഷൻ വന്നാൽ എല്ലാ ബാക്ടീരിയയും അല്ലെങ്കിൽ എല്ലാ വൈറസും നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാത്തതിൻ്റെ കാര്യം നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സെൽസ് ആ ബാക്ടീരിയ വൈറസിനെ ഫൈറ്റ് ചെയ്യുന്നു. ഈ ഇമ്മ്യൂൺ സെൽസ് തന്നെ നമ്മളുടെ ക്യാൻസർ സെൽസിനെ, നമ്മുടെ ശരീരത്തിൽ സാധാരണ ഉണ്ടാകുന്ന ക്യാൻസർ സെൽസ് ഉണ്ടല്ലോ അതിനെയും ഫൈറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ക്യാൻസർ വരാത്തതിൻ്റെ ഒരു കാര്യം, ഇമ്മ്യൂൺ സെൽസ് എത്രയും ആക്റ്റീവാണ്. അപ്പോൾ അത് ക്യാൻസർ സെൽസിനെ സപ്രസ് ചെയ്യും. അപ്പോൾ ക്യാൻസർ ഉള്ള ഒരു വ്യക്തിയുടെ ഇമ്മ്യൂൺ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആ സ്റ്റിമുലേറ്റഡ് ഇമ്മ്യൂൺ സെൽസ് ക്യാൻസറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. ഫലത്തിൽ നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ നമ്മൾ സാധാരണ മരുന്നുകൾ കൊടുക്കുന്ന പോലെ തന്നെ IV ആയിട്ട് കൊടുക്കുന്നു. അത് കീമോതെറാപ്പിക്ക് പകരം അല്ലെങ്കിൽ കീമോതെറാപ്പിയോട് കൂടി ഇമ്മ്യൂണോതെറാപ്പി കൊടുക്കുന്നു. അത് ചില ക്യാൻസറുകളിൽ നല്ല ഫലം കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ശ്വാസകോശ ക്യാൻസർ, ലങ് ക്യാൻസർ, പിന്നെ വായിക്കകത്തുണ്ടാകുന്ന ക്യാൻസർ, അങ്ങനെയുള്ള ചില ക്യാൻസറുകൾക്ക് അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിൽ പോലും ചില ആളുകൾക്ക് ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് ദീർഘനാൾ സുഖമായിട്ടിരിക്കാൻ കഴിയുന്നുണ്ട്, നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട്. ഡോക്ടർ, അതോടൊപ്പം നമ്മുടെ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഒന്ന് പറയാമോ? നമ്മൾ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ മാസം നേരത്തെ വന്നത് ഈ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു ചികിത്സാ കേന്ദ്രമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സർജിക്കൽ ഓങ്കോളജിസ്റ്റുകളുണ്ട്, വളരെ ടെക്നോളജിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറികൾ ചെയ്യാൻ പ്രാപ്തിയുള്ള സർജിക്കൽ ഓങ്കോളജിസ്റ്റുകൾ അവിടെയുണ്ട്. റേഡിയേഷൻ ഓങ്കോളജിസ്റ്റിനെ നമ്മൾ ഓൾറെഡി ഹയർ ചെയ്ത് കഴിഞ്ഞു. കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ എല്ലാ ആധുനിക സൗകര്യങ്ങളും നമ്മുടെ ഓങ്കോളജി സെൻറ്ററിൽ ലഭ്യമാകുന്ന രീതിയിലാണ് നമ്മൾ ഈ സെൻറ്റർ പ്ലാൻ ചെയ്യുന്നത്. കൂടാതെ മറ്റൊരു കാര്യം, നമ്മൾ സാന്ത്വന പരിചരണം അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിന് കൂടുതൽ പ്രാധാന്യം നൽകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ സാധാരണഗതിയിൽ മനുഷ്യരുടെ ഒരു മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എല്ലാം തീർന്നു, ഇനി ഒരു ആശയ്ക്ക് വഴിയില്ല എന്ന് പറയുമ്പോഴാണ് പാലിയേറ്റീവ് കെയറിലേക്ക് വിടുന്നത് എന്നാണ്. പക്ഷേ നമുക്ക് ക്യാൻസർ ചികിത്സയിൽ ആദ്യം മുതലേ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഒരു ഘടകമാണ് പാലിയേറ്റീവ് കെയർ. കാരണം ക്യാൻസറിന് സിംറ്റംസ് ഉണ്ട്, ട്രീറ്റ്മെൻറ്റും കൊണ്ട് സിംറ്റം വരാം. ആ സിംറ്റംസിനെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒരു പാലിയേറ്റീവ് കെയർ ടീം ആവശ്യമാണ്. അപ്പം അതൊരു വലിയ ഒരു ഫാക്ടറായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, സോ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ മുൻപോട്ട് പോകട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഈ
പറയുന്നത് പോലെ ക്യാൻസർ വളരെ ഭീകരമായിട്ടുള്ള അസുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് നമുക്ക് പുതിയ ടെക്നോളജിയിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ പ്രോപ്പറായിട്ട് സ്ക്രീൻ ചെയ്യുക, കണ്ടുപിടിക്കുക, ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യുക ആൻഡ് മെഡിസിൻസ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വേ എന്ന് പറയുന്നത്. സോ പോസിറ്റീവായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം, തോൽപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേ ട്യൂൺഡ് ടു ക്ലബ് FM 104.8. ഈ ഒരു അവസരത്തിൽ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ക്യാൻസറിനെ തോൽപ്പിച്ച എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് എൻ്റെ വക.